ഇത് ഡക്കോ അതോ സ്നോമാനോ? എനിക്കറിയില്ല കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ കണ്ടിട്ട് പറ കേട്ടോ. എൻ്റെ മക്കളിവിടെ പൂര ചിരിയാണ് ഇത് കണ്ടിട്ട്. ഈ ക്രിസ്മസിന് നമുക്കൊരു ക്രിസ്മസ് ട്രീ ഓർണമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കീ ചെയിൻ ആയിട്ടോ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ ഇത് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് ക്ലേ എടുത്തിട്ടുണ്ട്, 2 ബോൾസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുത്. ഇനി നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു സ്നോമാനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പണി പാളിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ മൂക്ക് വയ്ക്കത്തില്ലേ, ആ പരിപാടിയിലാണ് എനിക്ക് എന്തോ ഒരു അപാകത തോന്നിയത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറ, മൂക്ക് കുറച്ച് വലുതായിപ്പോയോ അതോ ഇത് ചരിച്ച് വെക്കണോ, എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. എന്തായാലും ഞാൻ ലാസ്റ്റ് മൂക്ക് ഇങ്ങനെ തന്നെ വെച്ച് കേട്ടോ. ഇനി കഴുത്തിലേക്ക് ഒരു ടൈയും പിന്നെ നമുക്കൊരു തൊപ്പിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. പിന്നെ നമ്മളൊരു ക്രിസ്മസ് സീരീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് പോയി കാണണേ. അപ്പം നമ്മുടേതാ ഈ തൊപ്പി വെച്ച് കൊടുത്തപ്പോൾ അതും ശരിയായില്ല. അങ്ങനെ ഒന്നും കൂടി ഊരിപ്പണിഞ്ഞു ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐ പിന്നും പിന്നെ ഒരു ചെയിനും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്നോമാൻ പ്ലസ് പെൻഗിൻ പ്ലസ് ഡക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരാളോട് ചോദിച്ചപ്പോൾ പെൻഗിൻ എന്ന് പറഞ്ഞു, ഒരാളോട് ചോദിച്ചപ്പോൾ ഡക്ക് എന്ന് പറഞ്ഞു. സ്നോമാൻ എന്ന് ആരും പറഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മുടെ ചീറ്റിപ്പോയ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതിനകത്ത് ഏതാ പറയുന്നത്? ഡക്കാണോ, പെൻഗിനാണോ അതോ സ്നോമാൻ തന്നെയാണോ?